ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയേക്കാം. കാരണം ഞാനിത് ഇവിടെ വന്ന് ഫുൾഫിൽ ചെയ്ത എൻ്റെ ഒരു ഡ്രീമാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒത്തിരിയധികം പ്ലാൻസ് ആയിട്ടാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, മല മറിക്കണം. പക്ഷേ എൻ്റെ ഇനീഷ്യൽ ഫേസ് തന്നെ വളരെയധികം മോശമായതുകൊണ്ട് എനിക്കതൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം കുറച്ച് സ്റ്റേബിൾ ആയില്ലേ, ഇനി അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്താലോന്ന്. അങ്ങനെ അതിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫാമിലീനെ, എൻ്റെ അച്ഛച്ചനെയും അമ്മേനെയും എൻ്റെ 2 അനിയത്തിമാരെയും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുള്ളത്. അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവർക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ളത്. കുറച്ച് നാളായി ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയെങ്കിലും എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് നിഷാന്ത് എന്നെ വിളിച്ച് പറയുന്നത്, അവൻ 1.5 മാസത്തേക്ക് നാട്ടിൽ പോവാണ്. അപ്പം നിനക്കെന്തെങ്കിലും വീട്ടുകാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നു വിട്ടോളൂ എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു നിശാന്തിനെ ബുദ്ധിമുട്ടിക്കണോ? അവനിവിടെ വന്നിട്ട് നാട്ടിലേക്ക് പോകുന്നതല്ലേ. അപ്പൊ അവനെന്തെങ്കിലുമൊക്കെ മേടിക്കാൻ കാണൂലേ എന്നൊക്കെ. പക്ഷെ അവന് എൻ്റെ അടുത്ത് പിന്നെയും വിളിച്ചു പറഞ്ഞു, "എന്തായി നീ ഒന്നും വാങ്ങിയില്ലേ? നിനക്ക് വീട്ടുകാർക്കൊന്നും കൊടുക്കണ്ടേ?" അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാനും വിചാരിച്ചു വൈ നോട്ട്? എന്നാ പിന്നെ നിശാന്തിനെ ഒന്ന് ബുദ്ധിമുട്ടിച്ചേക്കാം. അങ്ങനെ പത്തനംതിട്ടയിലുള്ള അവൻ ഇത് കണ്ണൂരേക്ക് എത്തിച്ചോളാം എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി കുറെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങി. എനിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ്, ഡ്രസ്സ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അഫോർഡബിൾ ആയിട്ട് ആണ് ഞാൻ എല്ലാം വാങ്ങിയത്. ഇതൊരു ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞ് പോയി വാങ്ങിയതാണ്. പെട്ടെന്ന് പോയി വാങ്ങിയതാണ്. അങ്ങനെ ഇതെല്ലാം വാങ്ങി പാക്ക് ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്. ഒത്തിരിയൊന്നുമില്ല. കാരണം നിശാന്ത് എനിക്ക് അനുവദിച്ചു തന്നത് 3 കെജി ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെറ്ററും എഴുതി. ഓരോരുത്തർക്കും ഓരോ ലെറ്ററാണ് എഴുതിയത്. പാക്ക് ചെയ്ത സമയത്ത് ഞാനെല്ലാം 3 സെപ്പറേറ്റ് കവേഴ്സിൽ വെച്ചു. അതാകുമ്പോൾ നിശാന്തിന് പെട്ടി പാക്ക് ചെയ്യുമ്പം വെക്കാനും എളുപ്പമാണല്ലോ. ഒത്തിരി ബൾക്കി ആയിട്ട് ഇരിക്കത്തില്ല. അങ്ങനെ എൻ്റെ വീട്ടിലേക്കുള്ള ഗിഫ്റ്റ് ഇവിടെ റെഡിയായി. സർപ്രൈസ് ഗിഫ്റ്റ്. ഓൾ സെറ്റ് ടു ഗോ ടു കേരള, കണ്ണൂർ. ഇനിയാണ് നമ്മൾ കഥാനായകനെ കാണാൻ പോകുന്നത്, നിഷാന്ത്. നിഷാന്ത് കോളേജിലെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ കോളേജിലെ ടീം ഒരു മന്തിലേക്ക് ഇനിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോയി അവനെ എല്ലാം ഏൽപ്പിച്ചു. അവനെല്ലാം ഭദ്രമാക്കി കണ്ണൂർ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുടെ റിയാക്ഷൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.